Hi friends, welcome to my YouTube channel. I can help you learn English. I'm Vijay Kumar. I've been teaching English to school and undergraduate students for the last 30 plus years. Every year, a few students come to me to learn English. പലപ്പോഴും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ ആ ലെവൽ ഓഫ് ഇംഗ്ലീഷ് ഒന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്താണ് അവർ തുറന്നു പറയുന്നത്, ഒരു ഫ്രാങ്ക്ലി ദേ അഡ്മിറ്റ് ദാറ്റ് അവർക്ക് ഇന്നത് അറിയില്ല, അവർക്ക് റിപ്പോർട്ട് സ്പീച്ച് അറിയില്ല, അവർക്ക് ടെൻസ് അറിയില്ല. ടെൻസാണ് പ്രധാനമായും എല്ലാവരും പറയും. സെൻറ്റൻസ് അനാലിസിസ് എന്താണെന്ന് പോലും അറിയില്ല. ചുരുങ്ങിയത് ഇപ്പോൾ ഒരു വേർബ് എന്താണെന്ന് അവരോട് ചോദിച്ചാലും വ്യക്തതയോടെ ഒരു മറുപടി പറയാൻ അവർക്ക് കഴിയുന്നില്ല. പക്ഷേ വർഷങ്ങളോളം ഇംഗ്ലീഷ് പഠിച്ചവരാണെന്ന് ഓർക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇവരെ പഠിപ്പിക്കേണ്ടത്? ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ ഗ്രാമർ പഠിപ്പിക്കാതെ എക്സ്പ്ലിസിറ്റ് മെത്തേഡ് എന്ന് പറയും, നേരിട്ട് നമുക്ക് ഗ്രാമർ റൂൾസ് പഠിപ്പിക്കാം. അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കഥകളിലൂടെയും കവിതകളിലൂടെയും ഒക്കെ നമുക്ക് പഠിപ്പിക്കാം, സാഹചര്യങ്ങളിലൂടെയും ഒക്കെ. അത് നമ്മൾ ഇംപ്ലിസിറ്റ് മെത്തേഡ് എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മളിത് രണ്ടും കൂടി ചേർത്താണ്. കാരണം ഒരു ഇംപ്ലിസിറ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിന് അവർ യഥാർത്ഥത്തിൽ അവരുടെ മൈൻഡ് സെറ്റ് അതിന് പാകമല്ല. അപ്പം അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇത് രണ്ടും കൂടി ചേർത്താണ് നമ്മളിവരെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഗ്രാമർ റൂൾസും പഠിപ്പിക്കുന്നുണ്ട്, അത് സിറ്റുവേഷൻസിൽ ഉപയോഗിച്ച് പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ് റൂമിൽ എപ്പോഴും ഞങ്ങളുടെ കുട്ടികൾ, അത് ഒരു ഫിസിക്കൽ ക്ലാസ് റൂം ആണെങ്കിൽ അവിടെ അവരെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ വീഡിയോസ് ആകുമ്പോൾ അവർക്ക് കൂടെ പറയാം. ഞങ്ങൾ പറയുന്ന സമയത്ത് കൂടെ പറയുകയും ആൻസർ, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ആൻസർ ചെയ്യുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ കഴിയുന്നിടത്തോളം അവർ ആക്റ്റീവായിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇനി ടെക്സ്റ്റ് ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒരു നല്ല ടൂളാണ്, ഭാഷ പഠിക്കാനുള്ള ഒരു വളരെ എഫക്റ്റീവ് ടൂളാണ്. അതുകൊണ്ട് തന്നെ 8, 9, 10 ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് SCERTയുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ലെസൺസിൻ്റെയും വീഡിയോസ് ഞങ്ങൾ ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിശ്ചയമായും കുട്ടികൾ കണ്ടിരിക്കണം. അപ്പോൾ ഗ്രാമർ ഒരു സൈഡിൽ കണ്ടിട്ട് അത് അതിൻ്റെ ഒരു പൂർത്തീകരണമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ടെക്സ്റ്റ് ബുക്കിലെ ലെസൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്. അപ്പോൾ ഇത് രണ്ടും കാണണം. ഇനി മാതൃഭാഷയെ പറ്റി കൂടി ഞങ്ങൾക്കൊരു ചെറിയ കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പോൾ മാതൃഭാഷ എപ്പോഴും ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ലേണിങ്ങിന് ഒരു തടസ്സമാണ് എന്നൊരു വിശ്വാസമുണ്ട്. അതൊരിക്കലും ശരിയല്ല. കാരണം ഇപ്പോൾ ആധുനിക മോഡേൺ ലിംഗ്വിസ്റ്റിക്സ് പ്രകാരം എല്ലാ ലാംഗ്വേജിനും അടിസ്ഥാനപരമായ ചില സിമിലാരിറ്റീസ്, ചിലയല്ല ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഡിഫറൻസസിനേക്കാളും സിമിലാരിറ്റീസ് ആണ് കൂടുതൽ. അത് നമുക്ക് നന്നായി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലാംഗ്വേജിനെ നല്ലൊരു റിസോഴ്സായി നമുക്ക് കാണാൻ പറ്റും സെക്കൻഡ് ലാംഗ്വേജ് ലേണിങ്ങിൽ. അപ്പോൾ മലയാള ഭാഷ ധാരാളം വായിക്കണമെന്നും മലയാള ഭാഷയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാത്തകളും കവിതകളും ഒക്കെ വായിച്ചാൽ അതൊരു നല്ല ഭാഷാബോധം സൃഷ്ടിക്കും. ആ ഭാഷാബോധം ഒരു സെക്കൻഡ് ലാംഗ്വേജ് ലേണിങ്ങിന് വളരെ സഹായകമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ആമുഖമായി പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഡോണ്ട് ഫർഗെറ്റ് ടു like, subscribe, comment and share.